അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വിൻഡോസ് 10 എങ്ങനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് വിൻഡോസ് 11 മാറ്റാമെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പം നിലവിൽ ഞാൻ ഓൾറെഡി ഇപ്പോൾ വിൻഡോസ് 11 ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ആദ്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ വിൻഡോസ് 11 അപ്ഗ്രേഡ് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് പുതിയ ഫീച്ചേഴ്സ് ആയിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. ആകെ മാറിയിട്ടുള്ളത് ഇതിനകത്തുള്ള തീം മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ഡിസൈൻസിലും ചെറിയ ആനിമേഷനിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ഒരു മാക്കിൻ്റെ ഫീൽഡിലോട്ട് വന്നിട്ടുണ്ട് എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഇനി ഇതിൻ്റെ ബേസിൽ ഇനി പുതിയ അപ്ഡേഷനൊക്കെ അവർ കൊണ്ടുവന്നിട്ട് ഇനി അത് ക്ലിയർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എങ്ങനെ നമുക്കൊരു നോർമൽ ഒരു ലെജസി സിസ്റ്റം ഉള്ള കമ്പ്യൂട്ടറിനകത്ത്, ഇപ്പോൾ എക്സാമ്പിൾ ഇതിനകത്ത് പ്രൊസസ്സർ സപ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് UEFI മോഡോ ഒന്നും ഇല്ലാത്ത സിസ്റ്റത്തിനകത്ത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ TPM ആണ് മെയിനായിട്ട് വിൻഡോസ് 11 വരുന്നൊരു വെല്ലുവിളി. അപ്പം അതൊന്നും ഇല്ലാത്തൊരു നോർമൽ PC യിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ രൂപരേഖയാണ് പറയാൻ പോകുന്നത്. അപ്പം ഇത് ഏറ്റവും സൂട്ടബിൾ ആവുന്നത് നിങ്ങൾ നിലവിലൊരു വിൻഡോസ് 10 64 ബിറ്റ് യൂസ് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും ഏറ്റവും ബെറ്റർ. വിൻഡോസ് 10 64 ബിറ്റ് നിങ്ങൾ എൻ്റർപ്രൈസ് വേർഷനോ അല്ലെങ്കിൽ പ്രോ വേർഷനോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിൻഡോസ് 7 വേറെ ഏതെങ്കിലും OS ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഫസ്റ്റ് വിൻഡോസ് 10 പ്രോയുടെ ഒരു ISO ഫയൽ ഡൗൺലോഡ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് വിൻഡോസ് ഇപ്പോൾ 10 നിങ്ങളുടെ കയ്യിൽ ഉള്ള ഒരു സിസ്റ്റം, അതിപ്പോൾ ക്രാക്കഡ് സിസ്റ്റം ആയാലും വർക്ക് ചെയ്യും. ഇപ്പോൾ ക്രാക്ക് ചെയ്തതായാലും അത് ഒറിജിനൽ ആയാലും പ്രശ്നമില്ല. ഞാൻ എൻ്റെ PC യിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ക്രാക്കഡ് വിൻഡോസ് 10 ആയിരുന്നു. അതിനെയാണ് ഇപ്പോൾ വിൻഡോസ് 11 അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് വിൻഡോസിൻ്റെ അപ്ഡേഷന് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഈ ഗൂഗിൾ ക്രോമിനകത്ത് നിങ്ങൾ വിൻഡോസ് 11 സെർച്ച് ചെയ്യാം. ജസ്റ്റ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കണക്ട് ചെയ്തിട്ടില്ല, ഒന്ന് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യട്ടെ. ഇപ്പോൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വിൻഡോസ് 11 ജസ്റ്റ് സെർച്ച് ചെയ്യാം. ഓക്കെ, എന്നിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ആയിട്ടുള്ള ഡൗൺലോഡ് വിൻഡോസ് 11 എന്ന് പറയുന്ന സൈറ്റിനകത്ത് കയറാം. ഓക്കെ, ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വിൻഡോസ് 11 ഡിസ്ക് ഇമേജ് ISO ഫയൽ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് ലോഡായി വരട്ടെ. ലോഡായി വന്നതിന് ശേഷം ഇവിടെ സെലക്ട് ഡൗൺലോഡ് എന്നുള്ളതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് വേർഷനാണ് വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ നിലവിൽ ഇവിടെ ഒറ്റ വേർഷനേ ഉണ്ടാവുള്ളൂ. മൾട്ടി എഡിഷൻ എന്ന് പറഞ്ഞ ഒരു ISO ഫയലാണ് ഇതിനകത്ത് സാധാരണ കണ്ടിരുന്നത്. ഓക്കെ, വിൻഡോസ് 11 മൾട്ടി എഡിഷൻ ഇത് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ബോക്സും കൂടി ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആവും. പ്രൊഡക്റ്റ് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. കൺഫേം അടിക്കാം. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇപ്പോൾ ഡൗൺലോഡ് 64 ബിറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആവും. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഡൗൺലോഡ് ക്ലോസ് ചെയ്യാണ്, കാരണം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഓൾറെഡി ഇത് അപ്ഗ്രേഡ് ചെയ്തതുമാണ്. ഓക്കെ, അപ്പം അത് ഞാൻ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഞാൻ ആദ്യം എൻ്റെ PC യിൽ ഞാൻ ആ സാധനം ഡൗൺലോഡ് ചെയ്ത് വെച്ചത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇവിടെ ഡ്രൈവിനകത്ത് OSനകത്ത് ഇവിടെ ഓൾറെഡി ഉണ്ട് വിൻഡോസ് 11 ഇംഗ്ലീഷ് X64 വേർഷൻ 1. ഇതാണ് 5.18 5.18 GB ഉണ്ട് ടോട്ടൽ. അപ്പം ഈ ഫയലാണ് മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ PCക്കകത്ത് നിലവിൽ എൻ്റെ പ്രോസർ i5 പ്രോസറാണ്. പക്ഷേ എൻ്റെ സിസ്റ്റത്തിനകത്ത് TPM സപ്പോർട്ടോ അല്ലെങ്കിൽ UEFI സപ്പോർട്ടോ ഇല്ല. അതുപോലെ തന്നെ പിന്നെ വിൻഡോസിൻ്റെ ഒരു PC ഹെൽത്ത് ചെക്ക് എന്ന് പറയുന്ന വിൻഡോസ് 11 കമ്പാറ്റബിലിറ്റി ചെക്ക് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പ്രോസസ്സർ സപ്പോർട്ട് ചെയ്യുന്നില്ല, TPM ഇല്ല, അതുപോലെ തന്നെ UEFI സപ്പോർട്ടില്ല, സെക്യൂർ ബൂട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ അതിനകത്തുണ്ട്. ഓക്കെ, അത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല, കാരണം എൻ്റെ ഇതിനകത്ത് ആ സോഫ്റ്റ്വെയർ ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, ഞാനിപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു PC യിലാണ് ഇപ്പോൾ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാനത് 2-3 PC യിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ 2-3 PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ വിൻഡോസ് 10 എൻ്റർപ്രൈസിനകത്തും ഇപ്പോൾ വിൻഡോസ് 10 പ്രോവിനകത്തും ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് വർക്കിംഗ് ആണോ എന്നുള്ളത്. എന്നിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ 64 ബിറ്റ് വിൻഡോസ് 10 ഏതുണ്ടെങ്കിലും ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. നിങ്ങളുടെ ഫയൽസോ കാര്യങ്ങളോ ഒന്നും മിസ്സാവാതെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു സാധനം, ഈ ഒരു ISO ഫയൽ നിങ്ങൾ മൗണ്ട് ചെയ്യുക. മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഈ മൗണ്ട് ചെയ്ത് തന്ന ഫയൽ മൊത്തം കോപ്പി എടുക്കുക. ഓക്കെ, ഇത് കോപ്പി എടുക്കേണ്ട ആവശ്യം എന്തിനാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം Ctrl+C അടിച്ച് ഞാൻ കോപ്പി എടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ ഈ ഡ്രൈവിനകത്ത് OSനകത്ത് തന്നെ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ Win11 എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തോട്ട് പേസ്റ്റ് ചെയ്തു.
ഓക്കെ, ഇത് പേസ്റ്റ് ചെയ്യാനുള്ള ആവശ്യം എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ISO ഫയലിൽ നിന്ന് ഒരു ഫയലിനെ ഡിലീറ്റ് ചെയ്ത് കളയാനുണ്ട്. ആ ഫയലിനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോപ്പിംഗ് പ്രോസസ്സ് നടത്തുന്നത്. ഓക്കെ, അപ്പം ഈ CD ഡ്രൈവ് മൗണ്ട് ചെയ്ത ഒരു CD ഡ്രൈവ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. അത് കോപ്പി ചെയ്തതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പെൻഡ്രൈവോ കാര്യങ്ങളോ ഒന്നും വേണ്ട ആവശ്യമില്ല. നേരെ ഇത് കോപ്പി ചെയ്തതിന് ശേഷം ഇനി ഇതിനകത്തുനിന്ന് നമ്മൾ പിന്നെ സോഴ്സിനകത്ത് ഒരു ഫയലുണ്ട്, ആപ്പ് ഡോട്ട് ഒരു DLL ഫയലുണ്ട്. ആ DLL ഫയൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ സെറ്റപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റം വിൻഡോസ് 10 നിന്നും വിൻഡോസ് 11 അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഒരു വിൻഡോസ് 11 പറയുന്ന രീതിയിലുള്ള ഒരു റിക്വയർമെൻറ്റ് നിങ്ങളുടെ സിസ്റ്റത്തിന് വേണമെന്നില്ല. എന്ന് വെച്ചാൽ TPMO അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് UEFI സപ്പോർട്ടോ അങ്ങനെ ഒന്നുമില്ല. നോർമൽ ഏതൊരു പഴയ PC വിൻഡോസ് 10 പ്രോ സപ്പോർട്ട് ചെയ്യുന്ന ഏത് PCനെയും നിങ്ങൾക്ക് വിൻഡോസ് 11 കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ ഇതിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വിൻഡോസ് 11 ചെയ്ത് കാണിക്കുകയാണ്. ഇത് നിങ്ങൾ വിൻഡോസ് 10 ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. നിങ്ങൾ വിൻഡോസ് 10 ഇതുപോലെ നിങ്ങൾ ISO ഡൗൺലോഡ് ചെയ്തിട്ട് ഇതുപോലെ കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ പറയുന്നൊരു ഫയലുണ്ട്. ആ ഫയൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ സെറ്റപ്പ് ഡബിൾ ചെയ്യുക. പിന്നെ ഈ സെറ്റപ്പ് ഡബിൾ ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ പാടില്ല. ഇൻ്റർനെറ്റ് ഓഫ് ചെയ്ത് വെക്കുക. ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം സെറ്റപ്പ് ഓൺ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ക്വസ്റ്റ്യനെ ചോദിക്കുകയുള്ളൂ. അതിനകത്ത് കീപ്പ് പിന്നെ പേഴ്സണൽ ഫയൽ ആൻഡ് ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ അതിന് തൊട്ട് താഴെ വേറെ ഓപ്ഷൻ ഉണ്ട്, കീപ്പ് പേഴ്സണൽ ഫയൽ ഓൺലി ഉണ്ട്. പിന്നെ അതുപോലെ അതിന് തൊട്ട് താഴെ നത്തിങ് ഒന്നും കീപ്പ് ചെയ്യേണ്ടെന്ന് പറഞ്ഞുള്ള ഓപ്ഷനുണ്ട്. ഈ 3 ഓപ്ഷനിൽ മുകളിലത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയൽസും ആപ്ലിക്കേഷനും ഒക്കെ അവിടെ കീപ്പ് ചെയ്യും. രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റ് ലോക്കൽ ഡിസ്കിലുള്ള ഡ്രൈവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് ഡാറ്റയും എറേസ് ചെയ്തുകൊണ്ട് അവർ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 3 ഓപ്ഷനാണുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ISO നിങ്ങൾ ബൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല. ഇനി നിങ്ങൾ ഇതിന് മോഡിഫിക്കേഷൻ വരുത്തേണ്ടി വരും. അപ്പോൾ നിലവിൽ ഈ ഒരു മെത്തേഡ് പെർഫെക്റ്റ് വർക്ക് ചെയ്യുന്നത് വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ടെക്നിക്ക് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കോപ്പിങ് ഇവിടെ കംപ്ലീറ്റ് ആവട്ടെ. 55% ആയിട്ടുണ്ട്. കോപ്പിങ് ഇവിടെ കയ്യാറായിട്ടുണ്ട്. 96% ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തതുകൊണ്ട് ഇപ്പം നിലവിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇനി വിൻഡോസ് 11 വേറെ ഫീച്ചേഴ്സ് അവർ കൊണ്ടുവരുമായിരിക്കും. ഇപ്പോൾ നിലവിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തീമിൽ മാറ്റം വന്നു എന്നല്ലാണ്ട് വേറെ ഒരു മാറ്റവും ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തിട്ടില്ല. ആനിമേഷന് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾ ഓപ്പൺ ആകുമ്പോഴുള്ള ലോഗോ ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റാർട്ട് സെൻറ്ററിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫുൾ ഒരു ഗ്ലാസ് ടൈപ്പ് ഒരു തീമിലോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമുക്ക് വിൻഡോ വരുന്നത്. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നല്ലാതെ വേറെ കൂടുതലായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. ഇനി ഓരോ അപ്ഡേഷനിലൂടെ നടത്തും. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ ക്രാക്ക് ചെയ്ത് നമ്മളിപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ ഇത് അപ്ഡേഷനും കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല, പെർഫെക്റ്റായിട്ട് അപ്ഡേഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, വിൻഡോസ് ഇതിനകത്തുള്ള ഈ ISO നമുക്ക് ഇജക്റ്റ് ചെയ്ത് കളയാം. ISO ഇജക്റ്റ് പ്രസ് ചെയ്തു. ISOൻ്റെ ആവശ്യം ഇനിയില്ല. ഇനി നമുക്ക് നേരെ ഈ OSനകത്ത് തന്നെ പോവാം. എന്നിട്ട് ഈ Win 11 ഫോൾഡർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഈ സെറ്റപ്പ് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്ന്, നിങ്ങൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ഈ സോഴ്സിനകത്ത് കയറിയിട്ട് ഇതിനകത്ത് എന്താ ആപ്പ് RAICRRES.dll എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫയലിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടത്. ഷിഫ്റ്റ് നിൽക്കുക, ഡിലീറ്റ് പ്രസ് ചെയ്യുക. ഓക്കെ, ഞാൻ ഡിലീറ്റ് ആ ഫയൽ ഇതിനകത്ത് ആവശ്യമില്ല. ആ ഫയലിനെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം ഈ സെറ്റപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വിൻഡോസ് 10 ഡയറക്റ്റ് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഇതുമൂലം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, UEFI വേണ്ട. അതുപോലെ തന്നെ നിങ്ങളിതിനകത്ത് TPM സപ്പോർട്ട് വേണമെന്നില്ല. അതുപോലെ പിന്നെ നിങ്ങളെ പ്രോസസ്സർ സപ്പോർട്ട് ചെയ്യണമെന്നില്ല, ഒന്നും വേണ്ട. ഒരു വിൻഡോസ് 10 സപ്പോർട്ട് ചെയ്യുന്ന ഏത് PCയിലും ഈ വിൻഡോസ് 11 നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇതിപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്, ഞാനിത് ഓൾറെഡി ചെയ്തു, ഓൾറെഡി വർക്കിംഗ് ആണ്, പെർഫെക്റ്റ് ആണ്, അപ്ഡേഷന് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാന്നുള്ളതിൽ വീഡിയോ ചെയ്തത്. അതുപോലെ 2-3 PCയിൽ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു PCയിലും ഒരു പ്രശ്നങ്ങളും ഇതുവരെ വന്നിട്ടില്ല. ആകെ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫയൽ ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നെറ്റ് ഓൺ ആണെന്നുണ്ടെങ്കിൽ, ഇൻ്റർനെറ്റ് കണക്ഷൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇത് അവിടെ എറർ കാണിക്കാറുണ്ട്. അവിടെ പറയും നിങ്ങളെ പ്രോസസ്സർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെക്ക് ചെയ്യാമെന്ന് മാത്രം, ഈ സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി.
പിന്നെ ഇത് അറൗണ്ട് ഇത് കംപ്ലീറ്റ് ആവാൻ വേണ്ടി എങ്ങനെയായാലും ഒരു 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ടൈം എടുക്കുന്നതാണ് ഈ ഒരു സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത്രയും ടൈം നിങ്ങൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു മാത്രം. അത്രേ ഉള്ളൂ. ഓക്കെ, ശരി എന്നാൽ.